നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പകുതി വിലക്ക് ഗൃഹോപകരണങ്ങളും ഇരുചക്ര വാഹനങ്ങളും നൽകുമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. ജില്ലയിൽ കോൺഗ്രസ് നേതാവ് നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നത്. തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് സ്വത്ത് കണ്ടുകെട്ടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. ജില്ലയിൽ കോൺഗ്രസ് നേതാവ് നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നത്. തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് സ്വത്ത് കണ്ടുകെട്ടുന്നതിന് നടപടി സ്വീകരിക്കണം. ജനകീയ പ്രക്ഷോഭത്തിന് CPM നേതൃത്വം കൊടുക്കും. ഇതിന് പോലീസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചവരെല്ലാം പ്രതിസ്ഥാനത്ത് വരേണ്ടതാണെന്നും ജയരാജൻ പറഞ്ഞു. തട്ടിപ്പിന് മുൻകൈയെടുത്ത സംഘങ്ങളായ സീഡും സൈനും സയാമീസ് ഇരട്ടകളാണ്. BJP കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് അരങ്ങേറിയത്. 1000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സാമൂഹിക പ്രതിബദ്ധതാ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം സംഘങ്ങൾ തട്ടിപ്പ് നടത്തിയത്. വിദ്യാഭ്യാസ മേഖലയിലും മറ്റും ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഇത്തരം സംഘങ്ങൾ തട്ടിയെടുത്തിട്ടുള്ളത്. CSR ഫണ്ട് ഉപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരാൻ തയ്യാറാവണം. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞ് BJP-കാരും തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നും MP ജയരാജൻ പറഞ്ഞു. കേസെടുത്താൽ മാത്രം പോരാ, ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം. അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനന്തു കൃഷ്ണൻ്റെ ചില സ്വത്തുവകകൾ പോലീസ് പിടിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം അടച്ചാൽ, പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല. എന്നാൽ ജില്ലയിലാകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രൊമോട്ടർമാരായി ഇതാ നിങ്ങൾക്ക് മാസത്തിൽ ആയിരക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു, ജനങ്ങളെയും വഞ്ചിച്ചു. ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അതോടൊപ്പം ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിക്കും. ഇത്തരം തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ജാഗ്രതയുണ്ടാവണമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.